അപ്പോൾ സിസ്റ്റം എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോണേ. സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ കേസിൽ വരുമ്പോൾ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെച്ചിട്ട് നമ്മൾ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ശരിക്കും നമ്മളുടെ ഇതിൽ സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ ശരിക്കും അതിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ട് അതിന് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മളത് അസംബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വർക്ക് ചെയ്യാമല്ലോ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നം പറ്റുമല്ലേ. അതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഫങ്ഷണൽ യൂണിറ്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഫ്റ്റ്വെയറിനെ ഫ്രം സ്ക്രാച്ച് ആദ്യം തൊട്ടോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയറിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സിസ്റ്റംസ് ഞാൻ പറഞ്ഞു കളക്ഷൻ ഓഫ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. അത് അതിൻ്റേതായ രീതിയിൽ വെൽ ഡിഫൈൻഡ് ആണ്, അത് തന്നെ വർക്ക് ചെയ്തോളും. അപ്പോൾ ഈ സിസ്റ്റങ്ങളെ നമുക്ക് 4 ആയിട്ടാണ് പറയണത്. ഫസ്റ്റ് ഡിറ്റർമിനിസ്റ്റിക് സിസ്റ്റം, രണ്ടാമത്തെ പ്രോബബിലിറ്റിക്കിൽ വരാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് പ്രോബബിലിറ്റി ഇന്നത് വരാം, അതായിരിക്കാം എന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ചിലപ്പോൾ ഇത് അതായിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിസ്റ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബബിലിറ്റിക് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ കാലാവസ്ഥ പറയുമല്ലേ, മഴ പെയ്യാം, നല്ല മഴയായിരിക്കാം എന്നൊക്കെ പറയും. പക്ഷെ അത് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, സംഭവിക്കുമല്ലോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല അല്ലേ. അപ്പോൾ അതാണ് പ്രോബബിലിറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഡിറ്റർമിനിസ്റ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് സിസ്റ്റത്തിൽ നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് പറയാൻ പറ്റും. എന്താണോ നമ്മൾ ഔട്ട്പുട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നതായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഓൾറെഡി അറിയാൻ പറ്റും. പിന്നെ 2 തരം വേറെ സിസ്റ്റംസാണ്, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ചാൽ ആ സിസ്റ്റം അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യും. അങ്ങനത്തെ സിസ്റ്റമാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ അത് എൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യില്ല. ഇപ്പം മൈൻസ് അല്ലെങ്കിൽ ഈ ഇതൊക്കെ ഇല്ലേ, ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ആ ഒരു സെക്ഷനിലൊക്കെ നമുക്ക് എന്തെങ്കിലും ആക്സസ് ഉണ്ടോ അതിലായിട്ട്? അല്ല, അത് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കണേ. അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതെന്തെന്നാ, അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. പക്ഷെ നമ്മൾ ഒരു ഓപ്പൺ സിസ്റ്റം, നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൽ നമ്മളൊരു അപേക്ഷ കൊടുത്താൽ അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊരു വിവരാവകാശ രേഖ കൊടുത്തിട്ട് നമുക്കറിയാൻ പറ്റും. അതൊക്കെ ഓപ്പൺ സിസ്റ്റംസാണ്. നമുക്ക് എപ്പോഴും കടന്ന് ചെല്ലാം അവിടെ, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാനുള്ള നിയമപരമായ വശങ്ങളുണ്ട്. അതൊക്കെ എന്ത് സിസ്റ്റംസാണ്? ഓപ്പൺ സിസ്റ്റംസാണ്. ഇതിൽ എക്സാമ്പിളായിട്ടുള്ള ഒരു പറഞ്ഞിരിക്കുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സാണ്. നമുക്കൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന പോലെയാണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്തെ നമ്മളോട് അത് പറയുമോ, ഇന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യരുതെന്ന് അത് പറയില്ല. ആരാണോ ഉപയോഗിക്കുന്നത് അയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അയാൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയാൻ പോണത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറേ ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ടെന്ന്. ഈ ഫങ്ഷണൽ യൂണിറ്റ്സ് എല്ലാം എന്തായിരിക്കണം, ഓർഗനൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിരിക്കണം, അത് ആ ഫങ്ഷണൽ യൂണിറ്റ് എല്ലാം ഓർഗനൈസ്ഡ് ആയിരിക്കണം. അതാണ് ഓർഗനൈസേഷനിൽ പറയുന്നത്. അതുപോലെ ഇൻട്രാക്ഷൻസ് ഞാൻ പറഞ്ഞു, സിസ്റ്റം എന്ന് പറയുന്നത് പല ഫങ്ഷണൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ ചേർന്നതാണ്. ഈ പ്രോസസ്സുകൾ തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യണം. അപ്പോൾ അതിനെയാണ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇത് തമ്മിൽ ഇൻട്രാക്ഷൻസ് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയണം. ഒരെണ്ണത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നിൽക്കുന്നത്, എന്നാലല്ലേ തമ്മിൽ ഇൻട്രാക്ഷൻസ് വരാൻ നേരത്തെ എന്താ അത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇൻ്റർ ഡിപ്പെൻഡൻസിൽ നമുക്ക് വരുന്നത്.
ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ IMS എന്ന് പറയുന്നത്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെൻറ്റിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റമാണത്. അതായത് നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, സ്റ്റാഫ്, ഫർണിച്ചർ, അല്ലെങ്കിൽ അവിടുത്തെ പ്രോസസ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്താൽ എന്തിരിക്കും, ഈ പറയുന്ന MIS കിട്ടും. അതായത് അവിടെ മാനേജീരിയൽ ലെവലിൽ ആരാണുള്ളത്, അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ലെവൽസിൽ ആരാണുള്ളത്, എത്ര ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര സ്റ്റാഫ് ഉണ്ട്, അവർ ക്ലറിക്കൽ സ്റ്റാഫ് എത്രയുണ്ട്, ഓഫീസ് സ്റ്റാഫ് എത്രയുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ സ്റ്റാഫുകളിലും അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം എന്തിലുണ്ട്, ഈ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ നമ്മൾ വരികയാണ്, ഇപ്പോൾ പറയുകയാണ് നമ്മളുടെ വർക്കിംഗ് അവർ ഈ പറഞ്ഞ പോലെ നേരത്തെ ആക്കി, അരമണിക്കൂർ നേരത്തെ ആക്കി. അപ്പോൾ എന്ത് വേണം, അരമണിക്കൂർ മുമ്പ്, ഇപ്പം തുറക്കുന്ന പോലെയല്ല, അരമണിക്കൂർ മുമ്പ് നമ്മൾ ഈ പറയുന്ന ഓഫീസ് തുറക്കണോ അല്ലേ, എന്നാലല്ലേ മറ്റുള്ളവർക്ക് വരാൻ പറ്റും. അപ്പോൾ ഓഫീസ് സ്റ്റാഫുകൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും അത് കറക്റ്റ് വേയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ഇതെല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനൊരു ഡിസിഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അരമണിക്കൂർ മുമ്പ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മാനേജേഴ്സിനും അസിസ്റ്റൻറ്റ് മാനേജേഴ്സിനും ആ ഒരു ബ്രാഞ്ചിൽ കൂടി പോയാൽ മതി, മറ്റവരെ അഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്താൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഇങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ പെട്ടെന്ന് നടപ്പിലാക്കാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ ബിസിനസ് ടു ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ, പ്രോംപ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ, എഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സസിൻ്റെ എഫക്റ്റീവായിട്ടുള്ള യൂസസ്. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഫർണിച്ചറോ മെഷീനറീസോ മാത്രമല്ല, അടുത്ത സ്റ്റാഫും റിസോഴ്സാണ്, ടൈം ഒരു റിസോഴ്സാണ്. അപ്പോൾ ഈ റിസോഴ്സുകളുടെ എല്ലാം എഫക്റ്റീവായിട്ടുള്ള യൂട്ടിലൈസേഷന് നമുക്ക് ഈ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇന്ന ഇതിൽ ഒരു കറക്ഷൻ വേണം, അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ആ മാറ്റം അവിടെ എന്താ ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എന്നാലല്ലേ അവിടെ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാലല്ലേ അതല്ല വേണ്ടത്, ഇതാണെന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എവിടെയെങ്കിലും എഴുതി വെക്കണം. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഈ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് അത്രയും വരുന്നു. ഇനി ഒരു ടോപ്പിക് കൂടി ഉണ്ടായില്ല, അതാണ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ. ഡിസിഷൻസ് എന്താണ്, തീരുമാനങ്ങളാണെല്ലാം. അപ്പോൾ സ്ട്രക്ചേർഡ് ഡിസിഷൻസ് ഉണ്ട്, പാർഷ്യൽ ഓർ സെമി സ്ട്രക്ചേർഡ് ഡിസിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം നോക്കാം, സ്ട്രക്ചേർഡ് ഡിസിഷൻസ് നോക്കാം. ഫസ്റ്റ് സ്ട്രക്ചേർഡ് ഡിസിഷൻസ് നോക്കാം. ഇപ്പോൾ നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യണതെന്ന് നോക്കൂ. ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫ് നേരത്തെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണോ പോകുന്നത് എന്നൊക്കെ നോക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റാണല്ലേ, അല്ലേ? അപ്പോൾ അവർ പറയുകയാണ് ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് പറയുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതിയെന്ന്, അല്ലെങ്കിൽ ഇത്ര സമയത്ത് വന്നം എന്ന് പറയുന്നത് വന്നം, അല്ലാതെ അങ്ങനെയൊക്കെ പറയുന്ന ആരെ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് പറയുന്നത്, ടോപ്പ് ലെവലല്ല, മിഡിലായിട്ടുള്ള ഒരു ലെവലിലുള്ള ഒരാളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡിസിഷൻസിനെയാണ് എന്ത് പറയുന്നത്, സ്ട്രക്ചേർഡ് ഡിസിഷൻ. അതവർ ഈ പറയുന്ന സ്റ്റാഫുകൾ ചെയ്യാൻ നിർബന്ധിതരാണ്. ഓക്കെ, പിന്നെ അപ്പോൾ പഞ്ചിങ് ടൈം 10 മിനിറ്റ്സ് മുമ്പാക്കി, അപ്പോൾ ബാക്കിയുള്ള സ്റ്റാഫുകൾ ചെയ്യാനായിട്ട് നിർബന്ധിതരാകുകയാണ്. അത് അങ്ങനത്തെ ഡിസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന സ്ട്രക്ചേർഡ് ഡിസിഷൻ. അവർ എക്സാമ്പിൾ പറയുന്നത് ക്ലറിക്കലായിട്ടുള്ള ഡിസിഷൻസ് തന്നെയാണ് എക്സാമ്പിളായിട്ടും പറയുന്നത്. പാർഷ്യൽ ഓർ സെമി സ്ട്രക്ചേർഡ് ഡിസിഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് ചില ആളുകളുടെ ഏജോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു കൺസിഡറേഷൻ കൊടുക്കാം. അങ്ങനത്തെ ഡിസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പാർഷ്യൽ ഓർ സെമി സ്ട്രക്ചേർഡ് ഡിസിഷൻസ് എന്ന് പറയും. അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസ് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്, ടോപ്പ് ലെവൽ എടുക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ, കൊറോണ വന്നപ്പോഴത്തേക്കും എന്താണ്, ലോക്ക്ഡൗൺ ആയി, പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. ഇങ്ങനെ കൊറോണ വരുമെന്നോ ലോക്ക്ഡൗൺ ആവുമെന്നോ ഒന്നും നമുക്കൊരു വർഷങ്ങൾക്ക് മുമ്പൊന്നും അറിയാൻ പറ്റിയൊന്നുമില്ല, പെട്ടെന്നാണ് ഓരോ ഡിസിഷൻസ് നമ്മളെടുത്തത്. അത് പക്ഷേ എന്താണ്, നമ്മളത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്.
അപ്പോൾ ടോപ്പ് ലെവലിൽ നിന്ന് വന്നതാണ്, കേന്ദ്ര ഗവൺമെൻറ് എടുത്താണല്ലേ അത്. എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവമാണ് അന്ന് വന്നത്. പാൻഡമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് വന്നത്. അപ്പോൾ എന്താണ്, എല്ലാവരും അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസിഷനല്ല, പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. ഓക്കെ, അത് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസ് എന്ന് പറയുന്നത് മിക്കവാറും എന്തായിരിക്കും, അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസ് ആയിട്ടായിരിക്കും പറയാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് അത്രയാണ് വരുന്നത്.